ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ ടി വി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പുതിയതല്ല, പഴയ മോഡലാണ്. ഇത് 1980 മോഡൽ ടി വിയാണ്. JVC എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ടി വിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ടി വികൾ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും. ഇതിൽ പിക്ചർ കണ്ടിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും, കാണാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ കണ്ട ആളുകൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അതൊരു നൊസ്റ്റാൾജിയ ആയിരിക്കും. കാണാത്ത ആളുകൾക്കാണെങ്കിൽ ഇങ്ങനൊരു ടി വി ഉണ്ടെന്നും ഇപ്പോൾ 4K ടി വികളും 8K ടി വികളൊക്കെ അരങ്ങ് വാഴുന്ന കാലത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു പഴയ ടി വി കാണാമെന്ന് പറഞ്ഞാൽ ഒരു രസം, അതിന് വേണ്ടി എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലുണ്ടാവും. അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയാണ് ഈ വീഡിയോ. പിന്നെ പുതിയ തലമുറയിൽ ഈ ടി വി കാണാത്ത ഒരുപാട് ആളുകളുണ്ടാവും, കുട്ടികളുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അവർക്കും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ടി വി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇത് JVC എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ജപ്പാൻ വിക്ടർ കമ്പനി അറിയാലോ. ജപ്പാനിൽ തന്നെ ഒരു പഴയ ബ്രാൻഡാണ്. 1927 ആണെന്ന് തോന്നുന്നു ഈ കമ്പനി ഫോം ചെയ്തിരിക്കുന്നത്. ഇത് ആ ടൈമിൽ ഉണ്ടാക്കിയ ടി വിയാണ്. ഇപ്പോൾ ഈ കമ്പനി നമ്മുടെ കെൻവുഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഏറ്റെടുത്തതിന് ശേഷം പിന്നെ ഇപ്പോൾ ആ ബ്രാൻഡിൽ നിന്ന് കാര്യമായിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നും അങ്ങനെ വരുന്നില്ല. ഇത് കളർ ടി വിയാണ്. ഇത് CX60ME എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. ഈ ടി വി ചെറുപ്പത്തിൽ ഉപയോഗിച്ച ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ ടി വി കളർ ടി വി ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടി വി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം നമ്മൾ എയർടെലിൻ്റെ ഡിഷ് ട്യൂൺ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിനെ ടെറസിൽ കൊണ്ടുപോയി ഡിഷ് ട്യൂൺ ചെയ്തതിന് ശേഷം ഇത് അവിടെ വെച്ച് മറന്നു പിന്നെ എടുക്കാനായിട്ട്. അപ്പോൾ ഒരു ദിവസം ഇരുന്ന് മഴ കൊണ്ടു ടി വി. ഒരു ദിവസം രാത്രി മുഴുവൻ മഴ കൊണ്ടു, പിറ്റേ ദിവസം മുഴുവൻ ഇരുന്ന് വെയിൽ കൊണ്ടു. എന്നിട്ടും ഞാനെടുത്ത് റൂമിൽ കൊണ്ടുവച്ചു. അതിന് ശേഷം പിന്നെ ഇത് ഉപയോഗിക്കാറില്ല. പിന്നെ ഇപ്പോഴും എടുത്ത് നോക്കിയപ്പോഴും ഇത് സ്റ്റിൽ വർക്കിംഗ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണ്ടേ? ഇത്ര പഴയ ഒരു ടി വി ഇത്ര റഫായിട്ട് ഉപയോഗിച്ചിട്ട് ഇപ്പോഴും അതിനൊരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈഡ് വ്യൂ വരുന്നത്. ഇതിൻ്റെ സൈഡിൽ കാണുന്ന ട്യൂണറാണ്. അതിൽ ട്യൂൺ ചെയ്തിട്ടാണ് പണ്ട് ചാനലൊക്കെ നമുക്ക് കിട്ടിയിരുന്നത്. ഇതിനൊരു ടെലിസ്കോപ്പിക് ആൻറ്റിനയും വരുന്നുണ്ട്. അപ്പോൾ ആ ആൻറ്റിനയിൽ നമുക്ക് ചാനലുകൾ നമ്മൾ പണ്ട് ദൂരദർശനിലൊക്കെ ഉണ്ടായിരുന്ന ഭൂതല സംപ്രേഷണത്തിൽ ചാനലുകളൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. സൈഡിൽ കൺട്രോൾസൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈസ് നിങ്ങളിപ്പോൾ ഇതിൽ കാണുമ്പോൾ വളരെ വലുതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതത്ര വലിയ ടി വി ഒന്നുമല്ല, വളരെ ചെറിയ സൈസാണ്. മുകളിലും കൺട്രോളുണ്ട്, വോളിയം കൺട്രോളുണ്ട്, പിന്നെ AV ഇൻപുട്ട് ഔട്ട്പുട്ട്, ആൻറ്റിന. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത് ഒരു അഡാപ്റ്ററാണ്. ഈ അഡാപ്റ്ററിൽ നിന്നാണ് ഇതിന് പവർ കിട്ടുന്നത്. 12 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 100 വോൾട്ട് ടു 260 വോൾട്ടിൽ ഇത് വർക്ക് ചെയ്യുന്ന ടി വിയാണിത്. ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് ജപ്പാൻ വിക്ടർ കമ്പനി, മെയ്ഡ് ഇൻ ജപ്പാൻ, യോക്കോഹാമ, ജപ്പാൻ, മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് എഴുതിയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ കാണുന്ന സ്റ്റിക്കറൊക്കെ ഇതിൻ്റെ സർട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഏകദേശം 45 വർഷം പഴക്കമുള്ള ടി വിയാണ് ഇട്ടത്. അപ്പോൾ ഇപ്പോഴും സ്റ്റിൽ വർക്കിംഗ് ആണിത്. അപ്പോൾ അതാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ കാണിക്കാം. ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ വലുതുപോലെ തോന്നും. അപ്പോൾ അത് 30 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതിൻ്റെ സ്ക്രീനിൻ്റെ സൈസ് വരുന്നത് 6 ഇഞ്ചസാണ് കമ്പനി സ്ക്രീനിൻ്റെ സൈസ് പറയുന്നത്. 4:3 സ്ക്രീൻ ആയതുകൊണ്ട് ചെറുതായി നമുക്ക് തോന്നും. ഇതിൻ്റെ അടിഭാഗത്തുള്ള സ്റ്റിക്കർ ഇതാണ് വരുന്നത്. മോഡൽ നമ്പർ ഉണ്ട്, പിന്നെ പവർ, പിന്നെ മെയ്ഡ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഒരു ഹാൻഡിലുണ്ട് നമുക്ക് ടിൽറ്റിങ് ടൈപ്പ്. അപ്പോൾ ഇതാണ് ഓവറോൾ ടി വിയുടെ ലുക്ക് വരുന്നത്. പവർ സ്വിച്ച് വരുന്നത് ഫ്രണ്ടിൽ, ഓൺ ഓഫ് വരുന്നുണ്ട്. പിന്നെ ട്യൂണിങ്, ഇത് തിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് ചാനൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. RF കണക്ട് ചെയ്താലും പറ്റും. പിന്നെ അതുപോലെ ആൻറ്റിനയിൽ ചാനൽ കിട്ടുന്ന കാലത്ത് അങ്ങനെയാണ് ചാനൽ എടുത്തിരുന്നത്.
പിന്നെ മുകളിലുള്ള സ്വിച്ച് ഒരു VHF UHF എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഉണ്ട്, വോളിയം കൺട്രോൾ ഉണ്ട്. പിന്നെ TV AV സെലക്ഷൻ സ്വിച്ച് വരുന്നത്, പിന്നെ ഒരു AV ഇൻപുട്ട്, പിന്നെ ഒരു AV ഔട്ട്പുട്ട്, പിന്നെ ഒരു ഹെഡ്സെറ്റിൻ്റെ ഔട്ട്പുട്ട്. ഇത് മോണോ ആണ് വരുന്നത് TV, സ്റ്റീരിയോ അല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഹാൻഡിലല്ല, ഇതിൻ്റെ ആൻറ്റിന വരുന്നത് ഈ ടൈപ്പാണ്. അത് കൂടാതെ നമുക്ക് ഇൻപുട്ട് സൈഡിൽ RF ഇൻപുട്ട് ഉണ്ട്, അതിൽ കണക്ട് ചെയ്തിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ പവർ എന്ന് കാണിക്കുന്നില്ലേ, അത് ഒരു അഡാപ്റ്ററാണ്. അതിൽ നിന്ന് 12 വോൾട്ടാണ് TVയിലേക്ക് ഇത് വർക്ക് ചെയ്യാനുള്ള പവർ ആവശ്യം വരുന്നത്. അങ്ങനെയാണ് TV വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ അഡാപ്റ്റർ ഇല്ലാതെയും ഉപയോഗിക്കാം, അല്ലാതെ നമ്മൾ 12 വോൾട്ട് സപ്ലൈ കൊടുത്താലും ഇത് വർക്ക് ചെയ്യും. ഇതാണ് ബാക്കിൽ നിന്നുള്ള വ്യൂ വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലാണ് ഇതിൻ്റെ കൺട്രോൾസ് എല്ലാം വരുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഇതിൻ്റെ സൈഡിൽ നമുക്കൊരു കോൺട്രാസ്റ്റ്, ബ്രൈറ്റ്നസ്, കളറ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ ഒരു ഓഡിയോ ഫ്രീക്വൻസി ചേഞ്ചർ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു കളർ സിസ്റ്റം ചേഞ്ചർ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു സ്പീക്കറാണ് ഇതിന് വരുന്നത്. ഇത് മോണോ ആണ് TV, അപ്പോൾ അതുകൊണ്ട് ഒരു സ്പീക്കർ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇതാണ് TVയുടെ ഓവറോൾ വ്യൂ വരുന്നത്. ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ പിക്ചർ വരുന്നത്. ഇതൊരു പഴയ TV ആണല്ലോ, ഇതിൽ കുറച്ച് കപ്പാസിറ്റർ കുറച്ച് വീക്കായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കളറും കാര്യങ്ങളൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആവണമെന്നില്ല. അതൊന്ന് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്റ്റിൽ വർക്കിംഗ് ആണ്. ഞാൻ നിങ്ങൾക്ക് പിക്ചർ കൊടുത്ത് കാണിക്കാം. എൻ്റെ കയ്യിലുള്ളത് ഒരു എയർടെലിൻ്റെ റിസീവറാണുള്ളത്, അപ്പോൾ അതിൽ കണക്ട് ചെയ്തിട്ട് പിക്ചർ കൊടുത്ത് കാണിക്കാം. ഇത് ജസ്റ്റ് ഓൺ ചെയ്തതാണ്. ഓൺ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, പഴയ TVയിലൊക്കെ ഗ്രെയിൻസ് ആണല്ലോ വരിക, അപ്പോൾ അങ്ങനെ ഗ്രെയിൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓൺ ചെയ്യുമ്പോൾ ഉള്ളത്. ഇത് നമ്മൾ എയർടെലിൻ്റെ റിസീവർ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ പിക്ചർ കിട്ടുന്നത് ഇങ്ങനെയാണ്. ഇതിൽ ഫ്ലിക്കറിങ് കാണിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അങ്ങനെ ഫ്ലിക്കറിങ് ഉണ്ടാവില്ല. വളരെ സ്മൂത്തായിട്ട് പിക്ചർ കാണാം. പക്ഷേ ക്യാമറയിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഫ്ലിക്കറിങ് ഉണ്ട്. അതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.